അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പെരുന്നാക്കത്തെ വീടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് രാവിലെ തന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പായസം ഉണ്ടാക്കാമെന്ന് കരുതി പെരുന്നാൾക്ക്. അപ്പോൾ ഞാൻ വന്ന പാടന്നെ അമ്മ പറഞ്ഞ് ഞാൻ ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ കിടന്നിരുന്നത്. കാരണം തലേന്ന് വലിയൊരുന്നാൾക്ക് പിന്നെ നമുക്ക് മാസം കാണാനൊന്നും ഇല്ലല്ലോ. കാരണം അത് നമ്മൾ പെട്ടെന്ന് ഉറപ്പിക്കും. പക്ഷെ ചെറിയനാൾക്കാണെങ്കിൽ മാസം കാണാനും പിന്നെ നമ്മളതൊരു ഉറപ്പില്ലാത്തത് പെരുന്നാൾ ഇന്നാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. മാസം കണ്ട ശേഷം മാത്രം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ രാത്രി കുറച്ച് ലൈറ്റ് കണ്ടൊക്കെ എടുക്കാൻ നിന്നപ്പോഴത്തേന് അപ്പോൾ പിന്നെ പായസത്തിൽ പിന്നെ എനിക്കൊരു പേടിയുണ്ട്. ഒരു ചെമ്പ് പായസമൊക്കെ ഉണ്ടാക്കിയപ്പോൾ കൊളാവും എന്നൊരു എന്താ പറയുക, രാവിലെ തന്നെ ഒരു ഇതില്ലാതെ വന്ന് പായസം ഉണ്ടാക്കുകയും ചെയ്ത്. പക്ഷെ അത് കൊളായ എന്താണെന്ന് എനിക്ക് അറിയൂല. എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഉദ്ദേശിച്ചിട്ടല്ല എടുക്കണമെന്നും പെർഫെക്റ്റ് എന്താണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തതിലേറെ ഉഷാറായിട്ട് പായസം റെഡിയാവും. ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയം ഉണ്ടാക്കണമെന്ന് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ ചിലപ്പോൾ അത് നമ്മൾ എത്ര പെർഫെക്ഷനോട് ചെയ്യാൻ വേണ്ടി നോക്കിയാലും നമ്മളത് വിചാരിച്ച ലെവലിലേക്ക് എത്തൂലല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ ഞാനും പറഞ്ഞ കുറച്ച് ഏലക്കായ ഇട്ടാളെ. അപ്പോൾ കുറച്ച് ഏലക്കായൻ്റെ ചോയൊക്കെ ഒരു മുമ്പോട്ട് നിന്നോട്ടെ. അപ്പം ഞാൻ ഏലക്കായ കുറച്ചിട്ടിട്ടാണ്. പിന്നെ ഞാൻ അതിലോട്ട് ഏലക്കായ ഇട്ട ശേഷം പിന്നെ അതിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. എത്രയായിട്ട് പഞ്ചസാര ഉപ്പൊന്നും ഇട്ടിട്ട് മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്ത് നിൽക്കണില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ പകുതി ഈ ഒരു ടിന്ന് നമ്മളെ വലിയ ടിന്നാട്ടോ മിൽക്ക് മെയ്ഡിൻ്റെ. അപ്പം ഉമ്മ അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കണ്ട് ഉമ്മ അത് നന്നായിട്ട് അതിനെ മൂടി പൊന്തിച്ചിട്ട് പകുതി ഒഴിച്ചിട്ടുണ്ട് മിൽക്ക് മെയ്ഡ്. മധുരം എന്നിട്ടും മധുരം കുറവ് കഴിച്ചതാണ് ഞാൻ പറഞ്ഞത്. ഇത്ര മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. കാരണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെട്ടി പോലെ ഞാൻ ദിനെന്നെ എടുത്തുക്കണം ആ പായസത്തേക്ക്. പിന്നെ ചെമ്പിൽ അത്ര ഈ ഒരു മധുരമൊന്നും തികയൂല. എത്ര പഞ്ചാര കോരിയിട്ടാലും കാണൂല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല. ഇത് നമ്മൾ കൂവപ്പൊടി നമ്മൾ കലക്കി നമ്മളത് കൂവപ്പൊടി തിളപ്പിച്ച് കുടിച്ചാൽ എന്താ അവസ്ഥ. വയറിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ വയറുവേദന അങ്ങനെയുള്ള സമയത്ത് കൂവപ്പൊടി നമ്മൾ തിളപ്പിച്ച് കുടിക്കല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യല, അതുപോലത്തെ ഒരു അവസ്ഥ ആയിപ്പോയിട്ട് ഇത് അപ്പോൾ നമ്മളെങ്ങനെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ കൂവപ്പൊടിൻ്റെ അതേക്കൊരു ഒരു അവസ്ഥയായി ഞാൻ പായസം ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമൊന്നും അല്ലല്ലോ. ഞാൻ ഇപ്പോൾ അധികം പെരുന്നാൾക്ക് ഞാൻ തന്നെ ഉണ്ടോ പായസം ഉണ്ടാക്കൽ. അപ്പം ഉമ്മ ചെറിയ ഈ ഒരു പാനില്ലേ, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നെസ്റ്റോലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഉമ്മ കുറേ തിരഞ്ഞ് ഇങ്ങനത്തെ ഒരു പാന് നമ്മൾ ചീരുള്ളി തോമ്പിക്കാൻ, കറിക്ക് ചീരുള്ളി തോമ്പിക്കാൻ, അതേപോലെ പായസത്തേക്കൊക്കെ തോമ്പിക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ചട്ടി കേട്ടോ. പിന്നെ അധികം എണ്ണ ഒന്നും പുറത്തേക്കൊന്നും തെറിക്കൂല. ഇതിൽ പിസ്തയും ബാദിയും അണ്ടിപ്പരിപ്പും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി തോമ്പിച്ചുകൊണ്ട് ഞാൻ നമ്മളതിക്ക് ഒഴിക്കാം കേട്ടോ. ഇതിക്ക് നമ്മൾ പായസത്തേക്ക്. അപ്പം ഞാനിത് പായസത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കിയിട്ട് ഗസ്റ്റ് ആൾ ഇപ്പോഴും ഈ തോമ്പിക്കണ ഇടയിൽ ഗസ്റ്റ് ആളോടെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ക്ലാസ്സിലാക്കിയിട്ട് വേഗം കൊണ്ടുവന്ന് കൊടുത്ത് കേട്ടോ. അമ്മക്ക് ഭയങ്കര തിരക്കത് വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ ക്ലാസ്സിൽ പുറത്താക്കിയത് ആവണമെന്ന് പറഞ്ഞിട്ട് ഉമ്മനെ ഒഴിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറക്ക് നമ്മൾ ബിരിയാണി കേട്ടോ. അപ്പം ഉമ്മ ബിരിയാണി ദമ്മിടണം. അപ്പം ഞാൻ അത് ഏകദേശം പണികളൊക്കെ തീർത്ത് വന്നപ്പോൾ ഉമ്മാൻ്റെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അടിച്ചേരി തുടക്കാൻ അകത്തത്തെ പണികളൊക്കെ പോയി. അപ്പോൾ തന്നെ ഇവിടെ ചോറും മസാലക്കുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ബിരിയാണിയിൽ ഉമ്മാൻ്റെ ചോറും ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഞാൻ ജസ്റ്റ് പായസം അത് റെസ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ മസാല ചെയ്തിട്ട് കൂളായി വെച്ചിട്ടുണ്ട്. ഇത് സമ്മന്തി കേട്ടോ. അപ്പോൾ ചിക്കനും പറഞ്ഞാൽ അന്നേരത്ത് പൊരിക്കാൻ. ഇത് മോൾക്ക് അന്നേരത്ത് മൈലാഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ. തലേന്ന് ലേറ്റ് ആയതുകൊണ്ട് ഉറങ്ങിയതുകൊണ്ട് മോൾ വേഗം ഉറങ്ങിയിരിക്കണം. അതുകൊണ്ട് മൈലാഞ്ചി ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അന്നാട്ട് ഇട്ട് കൊടുത്തത് മൈലാഞ്ചി. ഞാൻ ഇട്ട് കൊടുത്തതല്ല, അത് എളാപ്പാടെ വീട്ടിൽ പോയി കണ്ടിട്ടതാട്ടോ. മൈലാഞ്ചി അവിടുത്തെ കുട്ടി ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് ചെമ്പ് വെച്ചതാട്ടോ. ബിരിയാണി ദമ്മിട്ടതാണ്. പിന്നെ ഇത് മിൽക്ക് ചോക്ലേറ്റ്. ഞാനത് വാങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിത് ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ട് എനിക്ക് പായസം അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഒരു കുടിക്കാനുള്ളൊരു ഇതിന്. മറ്റേത് ഞാൻ പായസം എത്ര ഉണ്ടാക്കിയാലും ആ പായസം തീർത്തിട്ട് ഞാൻ അന്നടങ്ങുള്ളൂ കേട്ടോ പെരുന്നാൾക്ക്. പക്ഷെ ഞാൻ കുടിച്ചിട്ടേ ഇല്ല പെരുന്നാൾക്ക്. അപ്പോൾ ഇത് കുനാഫിൻ്റെ സേമിയ കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ചീസ് ബോംബ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ചീസ് ബോംബിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഈ കുനാഫിൻ്റെ ഈ ഒരു മിക്സൊക്കെ ഒന്നായിട്ട് എന്ത് ചെയ്യുക ഇതാക്കിയിട്ട് ഒന്നായിട്ട് പൊട്ടിച്ച് നമ്മളെന്താ പറയുക ചെറിയ ഇതാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ.
എന്തിനകത്ത് ചീസ് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നായിട്ട് ഇതിങ്ങനെ മുറിച്ചിടുമ്പോൾ എന്താ വെച്ചാൽ അമ്മ ഒന്നായിട്ട് വൃത്തിയാക്കി പോയതുണ്ട് കിച്ചണൊക്കെ. അപ്പോൾ കിച്ചണൊക്കെ വൃത്തിയാക്കി പോയി കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പൊടിച്ചിടുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് തെറിച്ചിട്ട് ആകുമ്പോൾ പിന്നെ അത് തുടച്ചെടുക്കാനൊക്കെ ഇനിയും ഭയങ്കര പാടാട്ടോ, അയച്ചവിടെ പാടാട്ടോ. അപ്പോൾ പിന്നെ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നാലും ഗൈസ് ഞാൻ ആ ഒരു ചീസ് ബോംബിൻ്റെ പെർഫെക്ഷനൊക്കെ റെഡിയായി വന്നു. പക്ഷേ ചീസ് അവിടെ ഫ്ലോപ്പാക്കിയിട്ടാണ്. ചീസ് അതിൻ്റെ ഉള്ളിലത്തെ ചീസ് ഫ്ലോപ്പാക്കി. എന്നാലും കുഴപ്പമില്ല, ചീസ് ബോംബ് എന്ന് പറയാൻ പറ്റുന്ന കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അത് പറയാൻ പറ്റിയ കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്നും കൂടി കുറച്ചും കൂടെ ഞാൻ കുനാഫ മിക്സ് കുറച്ചും കൂടെ വേണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് പൊതിയാനൊന്നും ഉണ്ടാവില്ല, ചീസിന് നല്ലോണം വേണമല്ലോ, ചീസ് ബോംബിന് കവർ ചെയ്യാൻ താഴോട്ട് ഒക്കെ അത്യാവശ്യം വേണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ചും കൂടി പൊടിച്ചെടുത്ത് കേട്ടോ. ഇനിയിട്ട് ഇതിലോട്ട് ഞാൻ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത്. നെയ്യിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് ബട്ടറില്ലേ, ഞാൻ ഫ്രിഡ്ജിൽ നോക്കി. പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പിന്നെ അപ്പം നെയ്യില്ല കേട്ടോ. അപ്പോൾ നെയ്യല്ല ബട്ടറില്ലേ. അപ്പോൾ ഞാൻ നെയ്യ് എന്ത് ചെയ്തു, നെയ്യ് എടുത്ത് കൊണ്ടുവന്നിട്ടാണ്. അപ്പം ഞാൻ നെയ്യ് എടുത്തിട്ട് പിന്നെ ഞാൻ ഈ കുനാഫിൻ്റെതൊക്കെ വറുത്തെടുക്കാം കേട്ടോ. സെയിം ഈ ഞാൻ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കുനാഫ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് ചീസ് ബോംബിന് വേണ്ടി എടുത്തിട്ടോ. അങ്ങനെ തന്നെ ഞാൻ ചീസ് ബോംബ് ഉണ്ടാക്കാൻ കഴിയും. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും കത്തിയോണ്ട് ഇതാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് കത്തിയോണ്ട് മീൻസ് ഞാൻ എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആദ്യം എന്ത് കിട്ടണം അത് വെച്ചിട്ടാണ് ഇളക്കൂട്ടാം. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. എന്താണ് കയ്യിൽ കാണുന്നത് വെച്ചിട്ട് ഇളക്കുക. അപ്പോൾ പിന്നെ അത് മാറ്റിപ്പിടിച്ച് ഞാൻ പിന്നെ അതൊരു സ്പൂണൊക്കെ തന്നെ ആക്കിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് സ്പൂണൊക്കെ ആക്കി പിന്നെ ഞാൻ നന്നായിട്ട് അത് ഇതാക്കിയിട്ടാണ് നന്നായിട്ട് മിക്സാക്കിയിട്ട് പിന്നെ മിക്സാക്കിയിട്ട് ഞാൻ അതെല്ലാം അതെല്ലാം ഒന്നായിട്ട് എന്ത് ചെയ്തു വറുത്തെടുത്തിട്ടോ. കുനാഫിൻ്റെ സെയിം നന്നായിട്ട് വറുത്തെടുത്തിട്ടോ. പിന്നെ പിന്നെ നമ്മൾ കുനാഫൻ്റെ ഒക്കെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുനാഫൻ്റെ ഒക്കെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സേമിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഞാൻ സത്യം പറഞ്ഞാൽ മ്യൂസിക് വെക്കാനായിട്ട് വിചാരിച്ചു. പക്ഷെ മ്യൂസിക് വെച്ചാൽ നമ്മൾ കോപ്പിറൈറ്റ് നമ്മളെ വീഡിയോ വെറുതെ ബ്ലോക്കായി പോകും, കോപ്പിറൈറ്റ് അടിച്ചിട്ട്. അപ്പോൾ പിന്നെ അതിലാറെ അല്ലത് പറയണതല്ലേ, വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കുനാഫിൻ്റെ സേമിയൊക്കെ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യൊക്കെ ഇതിൽ ആഡായി വന്നിട്ടുണ്ട് നമ്മളെ നെയ്യൊക്കെ. അപ്പം ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിത് ചീസ് ബോംബ് ഉണ്ടാക്കണം എന്നുള്ള പൂതിക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷേ അവർ ഷോപ്പിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് എന്തായാലും നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ തരും. പക്ഷെ ആ ഒരു പെർഫെക്ഷനിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ആ ഒരു ചീസ് ബോംബ് എന്നുള്ള പേര് പറയാന്നല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ നമുക്ക് ഒരു ഇതിൽ ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു അത്ര പെർഫെക്ഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ സാധനങ്ങൾ എത്ര ഉണ്ടെങ്കിൽ പോലും. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ നമ്മളെ കുനാഫിൻ്റെ സേമിയൊക്കെ ഞാൻ വറുത്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ പിസ്തൻ്റെ സ്പ്രെഡ് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാ. പിന്നെ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ആക്കണം. മിൽക്ക് മെയ്ഡ് ആക്കിയിട്ട് മിൽക്ക് മെയ്ഡും ആക്കിയിട്ട് ഒന്നായിട്ട് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് അതെല്ലാം കൂടി മിക്സ് ആക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബൗളിൽ കണ്ട് ഞാൻ ഇതാക്കാൻ പോണത്. അപ്പം ഞാൻ പിസ്തൻ്റെ സ്പ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഇതിലോട്ട് നമ്മൾ ചീസാക്കണം. അപ്പോൾ ചീസ് ഞാൻ ഫസ്റ്റ് ഇത് ഫുള്ള് വെച്ചിട്ട് പിന്നെ ഇതിലോട്ട് ചീസാക്കണം. അപ്പോൾ ചീസിന് ഞാൻ ഫസ്റ്റ് എത്രയായിട്ടും ഫസ്റ്റ് റെഡി ആവണില്ല കേട്ടോ. പിന്നെ അത് ഫ്ലോപ്പായി. ചീസുണ്ട് ഇതിൽ ഫ്ലോപ്പായി. ഇത് ബാക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീസാണ് മെയിനായിട്ട് വേണ്ടത് ഇതിൽ. ചീസ് ബോംബല്ലേ, അപ്പോൾ ചീസാണ് ഇതിൽ ശരിയാവേണ്ടത്. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് ഫ്ലോപ്പായതും ചീസാണ് കേട്ടോ ഗൈസ്.
അപ്പോൾ പിന്നെ ഇതിലോട്ട് ഞാൻ പിന്നെന്താ പിന്നെന്താ മിൽക്ക് മേഡ് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതാ ചീസ് ഞാൻ കാണിച്ചുതരാം മെൽറ്റാക്കിയത്. പക്ഷെ മെൽറ്റായത് ഫ്ലോപ്പായി. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ചീസ് ഫ്ലോപ്പാവുമെന്ന് വിചാരിച്ചിട്ടില്ല കഴിച്ച്. ഞാൻ നല്ല രീതിക്ക് എന്തുണ്ടാക്കിയുള്ളത് കൊളാവും അവസാനം. എനിക്കതാണ് ഭയങ്കര വിഷമം. ഞാനങ്ങോട്ട് പിന്നെ ചീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ഞാൻ അതൊക്കെ കവർ ചെയ്തെടുത്ത്. കാരണം എനിക്ക് ഭയങ്കര നമ്മളിപ്പോൾ എത്ര ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുമാത്രം മെനക്കെടുന്നുണ്ട്, പിന്നെ അത് ഫ്ലോപ്പായി വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവില്ലേ. ഇപ്പോൾ ഇതിൽ തന്നെ എല്ലാം ഓക്കെ ആയി, പക്ഷെ ചീസ് മാത്രം ഫ്ലോപ്പായിപ്പോയി. പിന്നെ എനിക്കത് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ പറയും അത് പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയല്, ഞാൻ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് മെൽറ്റാക്കുക. അതിൻ്റെ മേലെ ഒഴിക്കണമല്ലോ. ആദ്യം ഞാൻ ഇതിൽ സെറ്റാക്കിയത് വേറെ പാത്രത്തേക്ക് ഞാൻ ഇതിൻ്റെ മേലെ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതിൽ സെറ്റാക്കിയത് ഞാൻ വേറൊരു പാത്രത്തേക്ക് എന്താ പറയല് തട്ടി കൊടുത്തിട്ട് പിന്നെ ഞാനിതിൻ്റെ മേലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ കേട്ടോ. ഞാനൊരു ചായപാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലൊരു ചെറിയ കുണ്ട് പോലത്തെ പാത്രത്തിൽ പിന്നെ ചോക്ലേറ്റും, ഞാനിവിടെ മിൽക്കിൻ്റെ ചോക്ലേറ്റ് കേട്ടോ വാങ്ങിയിട്ടുള്ള അമൂലിൻ്റെ. എന്നിട്ട് അതിലോട്ട് ഞാൻ പാലും ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാനത് മെൽറ്റാക്കി എടുത്തു കേട്ടോ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെൽറ്റാക്കി ഈ ചോക്ലേറ്റ് നമ്മൾ ചീസ് ആ ഒരു സെറ്റാക്കിയ ചീസിൻ്റെ ബോംബിൽ അതിൻ്റെ മേൽക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാനതിൻ്റെ മേൽക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് കൈസ്. അങ്ങനെ നമ്മൾ ഫൈനൽ ഇവിടെ നമ്മൾ ചീസ് ബോംബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ പിസ്തയും കൂടെ ഞാൻ പിസ്തൻ്റെ സ്പ്രെഡും കൂടി ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മൾ ഫിനിഷായി ഇവിടെ നമ്മൾ ചീസ് ബോംബ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ചീസ് ബോംബിൻ്റെ. അപ്പോൾ വിചാരിച്ച പെർഫെക്ഷനൊക്കെ ഓക്കെയുണ്ട്, പക്ഷെ കഴിക്കാൻ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക്. അത് നമ്മളെ ചീസിൻ്റെ ഒരു പ്രശ്നമാണ്, സ്പെല്ലിങ് മിസ്റ്റേക്ക്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഇത്ര ഇടങ്ങാറായി ഉണ്ടാക്കിയതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അത് മതിയല്ലോ, നമുക്ക് ടേസ്റ്റിലാണ് കാര്യം. പെർഫെക്ഷൻ കൊളായാലും പെർഫെക്ഷൻ ഔട്ടൊക്കെ ഓക്കെയാണ്, ഔട്ട് ഓഫ് ലുക്കൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇൻ ഓഫ് ലുക്കാണ് കേട്ടോ മോശമായി പോയത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ മാഷാ അല്ലാ. പിന്നെ ഉമ്മ അവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചോറ് തിന്നാൻ നേരത്തെ ചിക്കൻ പൊരിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ദുഹ്റാങ്കൊക്കെ കൊടുത്ത് കണ്ടാൽ ചോറ് തിന്നാൻ നേരം. അപ്പോൾ വെള്ളിയാഴ്ച ആണെങ്കിൽ പിന്നെ നമ്മൾ ചുമ കഴിഞ്ഞ പാടനെ ഒന്ന് ചോറുന്നു. ഇത് വെള്ളിയൊന്നും അല്ലല്ലോ. അപ്പോൾ അമ്മ ദുഹ്റ് നിസ്കാരം കഴിഞ്ഞ ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ച് പിന്നെ നല്ല ഉമ്മാൻ്റെ ദമ്മ് ബിരിയാണിയൊക്കെ ചെമ്പൊക്കെ പൊരിച്ച് തുറന്നിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ഇളക്കിയിട്ട് ചിക്കൻ പൊരിച്ചതും കൂട്ടിയിട്ട് സമ്മന്തിയൊക്കെ അതിലോട്ട് ആഡാക്കിയിട്ട് അങ്ങോട്ട് ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ ബിരിയാണി. പറയാതിരിക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്.